പാലക്കാട് ചിറ്റൂരിൽ കാണാതായ 6 വയസ്സുകാരൻ സുഹാനെ കണ്ടെത്താനുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. പ്രദേശത്ത് പോലീസിന്റെ തിരച്ചിൽ തുടരും. അമ്പാട്ടുപാളയം എരുമങ്കോട് സ്വദേശി അനസ് തൗഹിദ ദമ്പതികളുടെ മകൻ സുഹാനെയാണ് രാവിലെ വീട്ടുമുറ്റത്ത് നിന്ന് കാണാതായത്. സഹോദരനുമായി പിണങ്ങി കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. ഐഷത്തുൽ ഷംന പാലക്കാട്ട് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് തൗഹീദ അനസ് ദമ്പതികളുടെ എരുമങ്കോട് സ്വദേശികളായ ഈ ദമ്പതികളുടെ 6 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ സുഹാനെ കാണാതാകുന്നത്. ഈ കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരിക്കെ പിന്നീട് സുഹാൻ വീട്ടിലെത്തുന്നുണ്ട് 11 മണിയോടുകൂടി. അതിനുശേഷം വീട്ടിൽ സഹോദരനുമായി എന്തോ ചെറിയ പിണക്കമുണ്ടാകുന്നു. പിന്നീടാണ് കുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ വീട് വിട്ട് ഇറങ്ങിയാലും ഉടൻ തന്നെ തിരിച്ചു വരാറുള്ളതാണ്. കാരണം ഈ പ്രദേശത്തെ 2 വീടുകൾ ഒഴികെ കുട്ടിക്ക് മറ്റ് വീടുകളോ മറ്റ് പരിചയക്കാരോ ഒന്നും ഈ പ്രദേശത്തില്ല. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ തിരികെ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യമാണ് ഉണ്ടാകാറ്. പക്ഷേ ഇന്ന് അങ്ങനെ ഉണ്ടായില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വീട്ടുകാർ പിന്നീട് തെരച്ചിൽ നടത്തുന്നു. പിന്നീട് പ്രദേശവാസികൾ ഉൾപ്പെടെ മേഖലയിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടിയാണ് ചിറ്റൂർ പോലീസിൽ പരാതി നൽകുന്നത്. ചിറ്റൂർ പോലീസ് അടക്കം പിന്നീട് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒപ്പം ഡോഗ് സ്ക്വാഡും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും ഒക്കെ എത്തി ഈ സമീപത്ത് ഉൾപ്പെടെ തെരച്ചിൽ നടത്തി. ഡോഗ് സ്ക്വാഡ് എത്തി നിന്നത് സമീപത്തുള്ള ഒരു കുളത്തിലാണ്. അതായത് ഈ കാണുന്നതാണ് സുഹാൻ്റെ വീട്. ഇതിന് തൊട്ടുപുറകിൽ ഒരു വലിയ ആമ്പൽ കുളമുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ പ്രദേശവാസികളോ കുട്ടികളൊന്നും ആ മേഖലയിലേക്ക് ഇറങ്ങാറില്ല. അവിടെയാണ് ഡോഗ് സ്ക്വാഡ് എത്തി നിന്നത്. അതോടുകൂടി തന്നെ അവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ തിരച്ചിൽ നടത്തി. വ്യാപകമായ തന്നെ ഒരു തിരച്ചിൽ നടത്തി. പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടുകൂടി തന്നെ കുളത്തിൽ കുട്ടിയില്ല എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു വിശ്വാസത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ. എന്തായാലും 6 മണിവരെ ഫയർ ആൻഡ് റെസ്ക്യൂ കുളത്തിൽ അടക്കം തെരച്ചിൽ നടത്തി. അതിനുശേഷം ഇരുട്ട് ഒരു വെല്ലുവിളിയായതോടുകൂടി കുളത്തിലെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. പക്ഷേ മേഖലയിൽ പോലീസ് തെരച്ചിൽ തുടരും. കാരണം ഈ കുട്ടിക്ക് ഫിക്സിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ബന്ധുക്കളും ഉൾപ്പെടെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഫിക്സോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് പ്രദേശത്ത് തന്നെ എവിടെയെങ്കിലും മയങ്ങിക്കിടക്കുകയോ അല്ലെങ്കിൽ പേടിച്ച് മാറി എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകാം എന്നൊക്കെ ഒരു പ്രതീക്ഷയുണ്ട്. കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ രാത്രിയും പോലീസിൻ്റെ തെരച്ചിൽ തുടരും. എന്തായാലും സുഹാന് വേണ്ടി രാത്രി പോലീസിൻ്റെയും തുടർന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തുടർന്ന് നാളെയും വ്യാപകമായ തെരച്ചിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. 11 മണിയോടുകൂടി കാണാതായ സുഹാനെ ആ സമയം മുതൽ നാട്ടുകാരും ബന്ധുക്കളും ഒപ്പം പോലീസും എല്ലാം ചേർന്ന് വ്യാപകമായി തന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.